അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ നല്ല പാകിസ്ഥാനി ബീഫ് വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതാ ഒരു 4 സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല. കുട്ടി ചെറിയതായതുകൊണ്ടാണ്, മോളെ കുട്ടി ചെറുതായതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുട്ടീനെ നോക്കാൻ ഉമ്മയും ഉപ്പയെല്ലാം അടുത്തുള്ളത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടാൻ നോക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 4 സബോള കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാകുമ്പോൾ. ഇനി അതൊന്ന് വഴന്ന് വരട്ടെ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പെരുന്നാക്കെല്ലാം നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്, അതുകൊണ്ട് കുക്ക് ചെയ്തിട്ടില്ല. ഇത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതാ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി പച്ചമണെല്ലാം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചിയിലേക്ക് മസാല എല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടാം. പിന്നെ മുളകും മല്ലിയും മഞ്ഞളും കൂടി വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ വരുമ്പോൾ. നല്ല അടിപൊളി കുരുമുളക് പൊടി. അപ്പോൾ ഇതാ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അര ടേബിൾ സ്പൂണ് മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇറച്ചിയിൽ മിക്സ് ചെയ്യാം. ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴറ്റി വെച്ച് സബോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് സബോള വഴറ്റുന്ന സമയത്ത് തന്നെ വേണ്ടിക്ക് വഴറ്റിയെടുക്കാം. ഞാൻ തക്കാളി പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫായതുകൊണ്ട് ഒരു 3-4 വിസിലാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് വെന്തോളും. തക്കാളിയെല്ലാം ഇതിൽ കടന്ന് വെന്തോളും. അപ്പോൾ ഇതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല പരക്കിയ അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/4 ലിറ്ററോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. പുഴുങ്ങലരി ചോറാകുമ്പോൾ കുറച്ച് ചാറെല്ലാം വേണമല്ലോ, ഒരു ഗ്രേവി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാ 3 ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. 4 വിസിലായാൽ മതിയാവും, ജാസ്തിയൊന്നും ആണ്ട. ഈ പാകിസ്ഥാനി ബീഫ് നല്ല മട്ടൻ പോലെ ഉണ്ടാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതാ 4 വിസിലായി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുപ്പത്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വിസിലിടാണ്ട് കുക്കറിൻ്റെ മൂടി ഇടാണ്ട് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം നല്ല തിക്കായിട്ട് വരും കറി. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടുപ്പത്ത് കടന്നിട്ട് പോയട്ടെ. അപ്പം നല്ല തിക്കായ കറി കിട്ടും. നമ്മൾ മട്ടയരിൻ്റെ പുഴുങ്ങലരി ചോറാണിന്ന് വെച്ചിട്ടുള്ളത്. കുറച്ച് പയർ വറവാക്കിയിട്ടുണ്ട്, പപ്പടം, അച്ചാർ. കഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി പുറത്ത് പോകാനുണ്ട് ഇന്ന്. അപ്പം നിങ്ങൾക്കിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.